ഹായ് ഗൈസ്, ഇന്ന് എൻ്റെ ലൈഫിലെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കുറച്ച് മൊമെന്റ്സ് ആട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. ഞങ്ങൾ 3 ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അതിൽ ഒരാളുടെ വീട്ടിലോട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോവുകയാണ് കേട്ടോ. വെറും കൈയോടെ ഒരു വീട്ടിലോട്ട് കയറി ചെല്ലരുത് എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ടാണ് പോയതെങ്കിലും ഇതിൽ പകുതി മുക്കാലം ഞങ്ങൾ തന്നെ തിന്നു തീർത്തു എന്നുള്ളതാണ് തുണി ഉടുക്കാത്ത സത്യം. ഞങ്ങളുടെ ഈ നടത്തവും ചിരിയൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വാഭാവികത തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു സാധനം കൂടെ കാണിച്ചു തരാം. അവളുടെ വീട്ടിൽ കയറി ഞങ്ങൾ കൊടുന്ന സ്നാക്സിന്റെ പകുതിയും തിന്നു തീർത്തപ്പോഴാണ് ഓർമ്മ വന്നത് ഒരു വ്ളോഗ് എടുക്കാമല്ലോ എന്ന്. അങ്ങനെ ഞങ്ങൾ അവളുടെ വീട്ടിലുള്ള ബാക്കി സ്നാക്സ് ഒക്കെ പെറുക്കി കൂട്ടി വീണ്ടും ഗേറ്റിന്റെ പുറത്ത് പോയി നിന്ന് ആദ്യമായിട്ട് അവളെ കാണുന്ന ഒരു ആക്ടിംഗ് ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് അഭിനയിക്കാൻ നല്ല കഴിവുണ്ടെന്നത് ഈ ഒരൊറ്റ സീനിൽ ഞങ്ങൾക്ക് മനസ്സിലായി. അത്രയ്ക്ക് ആർട്ടിഫിഷ്യലായിട്ട് അഭിനയിച്ച് 4-5 തവണ ടേക്ക് എടുത്തിട്ടാണ് ആദ്യം കണ്ട ആ സീനിലോട്ട് എത്തിയത്. അവൾക്ക് തേങ്ങ കാണിക്കുന്ന വെയിലുകൊണ്ട് ഭ്രാന്തായ പോട്ടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിനകത്ത് കയറി സ്നാക്സ് ഒക്കെ ഓൾറെഡി കഴിച്ചില്ല, പക്ഷെ അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ മറന്നുട്ടാ. പിന്നെ ഞങ്ങൾ പൊരിഞ്ഞ സംസാരം, അന്താരാഷ്ട്ര ചർച്ചകളായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ കലാപരിപാടിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി. അവളുടെ വീട്ടിൽ അവളുടെ ചേച്ചിയും അവളുടെ വീട്ടുകാരും വാങ്ങി വെച്ച എല്ലാ മേക്കപ്പ് സാധനം എടുത്ത് ഞങ്ങളുടെ മുഖത്തിടലായിരുന്നു ഞങ്ങളുടെ അപ്പോഴത്തെ പണി. മുതലാക്കണാണല്ലേ സജി എന്ന് അവൾ ഇടയ്ക്കിടയ്ക്ക് പറയണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളത് കാര്യമാക്കിയില്ല. വേറെ വഴിയില്ലാതെ കണ്ടപ്പോൾ അവൾ തന്നെ അവളുടെ സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾക്ക് തന്നു. പിന്നെ അവൾ തന്നെ മേക്കപ്പ് ചെയ്ത് തരാനും തുടങ്ങി. അല്ലെങ്കിൽ കടപ്പുറളകും ഞങ്ങൾ കുത്തിപ്പിടിച്ചങ്ങ് വാങ്ങും. പിന്നെ ഞങ്ങൾ മേക്കപ്പിന്റെ ഗുണഗണ വിശേഷങ്ങളെ പറ്റി സംസാരിച്ച് തികച്ചും ശാസ്ത്രീയമായ രീതിയിൽ എങ്ങനെ ഐബ്രോ പെൻസിൽ ഉപയോഗിക്കാമെന്നുള്ള ഗവേഷണങ്ങളായിരുന്നു ഞങ്ങൾ അവളുടെ മുഖത്ത് നടത്തിക്കൊണ്ടിരുന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അവളുടെ ചേച്ചി ഗിഫ്റ്റ് കൊടുത്ത പ്രോസ്ട്രോപ്പ് ക്രീമിലായി ഞങ്ങളുടെ പരീക്ഷണം. അവളുടെ എല്ലാം ഞങ്ങളുടെ എല്ലാം ഞങ്ങളുടെ ആണല്ലോ. ബൈ ദ ഫൈ ഞങ്ങൾ ഏത് വീട്ടിലോട്ടാ വന്ന് ആരെ കാണാനാ വന്നത് ഇതുവരെ കാണിച്ചു തന്നില്ലല്ലേ. ഇതപ്പം കാണിച്ചു തരാം. ഇതേ ഈ മുതലിനെ കാണാനാണ് ഞങ്ങൾ വന്നത് കേട്ടോ. ഞങ്ങളുടെ കൂട്ടത്തിലെ സുന്ദരിയും സുശീലിയും സുമുഖയൊക്കെ ആണെന്നാണ് അവളുടെ ഒരു വിചാരമെങ്കിലും അങ്ങനെ അല്ലാതെ ഞങ്ങൾക്കല്ലേ അറിയൂ. ഇവളുടെ യൂട്യൂബ് ചാനൽ അവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കാട്ടോ. ബൈ ദ ഫൈ അവൾ എന്തോ ഒരു ചളി അടിച്ചു. ഞങ്ങളാണെങ്കിൽ ആർത്തുല്ലസിച്ച് ചിരിക്കുകയായിരുന്നു കേട്ടോ. പൊട്ടി ചിരിക്കുകയായിരുന്നു. അവളുടെ വീട്ടുകാരൊക്കെ ദൈവമേ നാട്ടുകാരെല്ലാവരും ഓടിക്കൂടുക എന്നുള്ള കണക്കായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ഇരിക്കണം വീഡിയോ എടുക്കണ്ടെന്നാണ് അവൾ പറയുന്നത്, പക്ഷെ ഞാനിത് യൂട്യൂബിലിട്ട് നാട്ടിക്കും. അതൊക്കെ പറ്റും. നിങ്ങൾക്ക് വളരെ ഗോഡ്ജസ് ആയിട്ടുള്ള ഒരാളെ കാണിച്ചത് ദേ നിൽക്കുന്നു. എങ്ങനെയുണ്ട്. ആദ്യം എൻ്റെ മുഖത്താണ് എല്ലാ പ്രൊഡക്ട്സും യൂസ് ചെയ്തതെങ്കിലും ആ വീഡിയോ എൻ്റെ കയ്യിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. അയച്ചു എന്നാണ് ആ അജി പറയുന്നത്. എൻ്റെ കാതടച്ചിരി നിൽക്കാത്തതുകൊണ്ട് വീണ്ടും അവളുടെ വീഡിയോ എടുക്കലായിരുന്നു ഞങ്ങളുടെ പണി. ഈ കുക്കു പറഞ്ഞ ലോ ക്ലാസ് തമാശ ഓർത്തോർത്ത് ചിരിക്കുകയാണ് എൻ്റെ ഗാഥ. കുക്കുവിന്റെ അമ്മ ഇതൊക്കെ കണ്ടും കേട്ടും സൈക്കോ ഏത റൂമിനകത്ത് കയറി വാതിലടച്ചിരുന്നു. വേറെ വഴിയില്ലോ. ഇവളിൽ നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ഞാൻ കാണുന്നുണ്ട്. അവൾക്ക് ഗിഫ്റ്റ് കിട്ടിയ പ്രോസ്ട്രോപ്പ് ക്രീം ആയതുകൊണ്ടാ തോന്നുന്നു വാരി ഞങ്ങളുടെ മുഖത്ത് തേക്കുന്നുണ്ടായിരുന്നു, യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ. പ്ലീസ് എൻ്റെ വീഡിയോ എടുക്കല്ലേ, എനിക്ക് ഫാൻസ് കൂടുന്നൊക്കെയാണ് ഗാഥ അവിടെ ഇരുന്ന് പ്രസംഗിക്കുന്നതെങ്കിലും അവളുടെ ചിരിയുടെ ആ ഒരു സൗന്ദര്യം കാരണം വീഡിയോ എടുക്കാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ലായിരുന്നു. ഞങ്ങളുടെ ചിരി നിർത്താൻ വേണ്ടിയിട്ടാണോന്ന് അറിയില്ല, അവളുടെ മമ്മി ഞങ്ങളെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചു. നല്ല അടിപൊളി വെജിറ്റബിൾ ബിരിയാണിയും നല്ലൊരു എഗ്ഗ് പുഴുങ്ങിയതും പിന്നെ ഒരു ചമ്മന്തി ആയിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ പറ്റില്ല, അസാധ്യ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ വീഡിയോ എടുക്കുന്ന ഒരു റീസൺ ഉണ്ട്, അതെന്താന്നുള്ളത് ഇതിന്റെ വോയിസ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. യെസ്, എൻ്റെ ചിലപ്പോൾ സഹിക്കാൻ വയ്യാതെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ വായടപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് ആ വീഡിയോ എടുക്കൽ. എന്താല്ലേ. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. പിന്നെ ഞങ്ങൾ അവളുടെ കുറേ ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് ഫോട്ടോഷൂട്ട് അങ്ങോട്ട് തുടങ്ങി. നേരത്തെ പറഞ്ഞ പോലെ അവളുടെ എല്ലാം ഞങ്ങളുടെ ആണല്ലോ. അവളുടെ റൂമിലുണ്ടായിരുന്ന എല്ലാ ക്രീമും വാരിത്തേച്ചുകൊണ്ടാണോ അതോ എൻ്റെ സൗന്ദര്യം കുറച്ചുകൂടെ റിഫ്ലക്റ്റ് ആയതാണോ എന്താ അറിയില്ല, എന്നെ കാണാൻ നല്ല ഗ്ലാമർ ആയിരുന്നു അന്നേരം. ഇവളിൽ നല്ലൊരു വീഡിയോഗ്രാഫറെയും ഞാൻ കാണുന്നുണ്ട് ഗൈസ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഒരുപാട് അന്താരാഷ്ട്ര കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഞങ്ങൾ 3 പേരും കൂടെ ഇരുന്നിട്ട് അപ്പാർട്ട് ഫ്രം ജോക്സ് ഞങ്ങൾ 3 പേരും ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. വാഴ സിനിമയിൽ പറയുന്ന പോലെ ഞങ്ങൾ 3 പേരുള്ളിടത്തേ ഞങ്ങൾക്ക് ഹാപ്പിനെസ് ഉള്ളൂ. ഒരുപാട് മനസ്സ് തുറന്ന് ചിരിക്കാനും അതുപോലെ തന്നെ ഒരുപാട് സന്തോഷിക്കാനും ഞങ്ങൾ 3 പേരും അതെ കേട്ടോ. ഞങ്ങൾ ആ ദിവസം ഒരുപാട് ചിരിച്ചിട്ടുണ്ട്, ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്, വയറ് വേദനിക്കുന്ന കണക്ക് ഞങ്ങൾ ചിരിച്ചിട്ടുണ്ട്. ഇവര് രണ്ടുപേരും എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ എന്നെ ഒരിക്കലും അധികമായി ജഡ്ജ് ചെയ്യാതെ എനിക്ക് എന്ത് പ്രശ്നം വരുമ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്ന 2 പേരാണ് കേട്ടോ. ഞാൻ ശരിക്കും ബ്ലെസ്ഡ് ആണ് ഇവരെൻ്റെ കൂടെ ഉള്ളതിൽ. രണ്ടിനെ ഇത്രയും പൊക്കി പറഞ്ഞ സ്ഥിതിക്ക് 2 കൂടെ പരിവിട്ട് അടുത്ത തവണ കാണുമ്പോൾ എനിക്കൊരു ചിക്കൻ മന്തി വാങ്ങി തരണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും അവളുടെ മമ്മി ഞങ്ങൾക്ക് ചായയൊക്കെ ഉണ്ടാക്കി തന്നു. ചായയും കുറേ സ്നാക്സും എന്തൊക്കെയോ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. മിച്ചറുണ്ട്, മുറുക്കുണ്ട്, വേറൊരു മുറുക്കുണ്ട്, പിന്നെ ചായയുണ്ട്, അങ്ങനെ എന്തൊക്കെയുണ്ട്. പിന്നെ ഞങ്ങൾ വരുന്നതുകൊണ്ട് മാത്രം ഈ 2 ഗ്ലാസ്സുകൾ അവൾ ഷോക്കേസിന് പുറത്തെടുത്താണ്ട്. അവൾ കണ്ടില്ലേ സ്റ്റീൽ ഗ്ലാസ് കഴിക്കുന്നത്. എന്താ മക്കളെ തിരിച്ച് വീട്ടിലോട്ട് വരുന്നില്ല ഞങ്ങളുടെ 2 പേരുടെയും വീട്ടുകാർ ചോദിച്ചപ്പോഴാണ് വീട്ടിലോട്ട് തിരിച്ചു പോകണമല്ലോ എന്ന് ഞങ്ങൾ ആലോചിക്കണം തന്നെ. അങ്ങനെ ഒരു 6 മണി 6:15 ആയപ്പോൾ ഞങ്ങൾ അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഇറങ്ങണ വഴിക്ക് അവളുടെ വീട്ടിൽ നല്ലൊരു ഭംഗിയുള്ള ചെടി ഉണ്ടായിരുന്നു. അത് മോഷ്ടിക്കാതെ എങ്ങനെയാ തിരിച്ചു പോവുക. അങ്ങനെ അതും കയ്യിൽ അവളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഗൈസ്. കൈ കിട്ടുന്നതെല്ലാം എടുക്കണം എന്നാണ് വിചാരിച്ചത്, പക്ഷെ സമയം കിട്ടിയില്ല. പെട്ടെന്നായിരുന്നു ഇറങ്ങണം എന്നുള്ളൊരു കാര്യം ബോധം വന്നത്. തൽക്കാലം ഈ ചെടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അടുത്തവണ പോകുമ്പോൾ ശരിയാക്കാം. കയറി ചെല്ലുന്ന സീൻ അഭിനയിച്ച് കൊളാക്കിയെങ്കിലും ഈ സീൻ ഞങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു ഗൈസ്.
ഐ മീൻ ഇത് അഭിനയമല്ല കേട്ടോ, ഇത് ഞങ്ങൾ ശരിക്കും പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസം കഴിഞ്ഞു ഗൈസ്. ഞങ്ങൾ പോവുകയാണ്. ടാറ്റാ.